ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ചിത്രത്തിൽ ഒരു ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് ഈ ചിത്രം, ഈ കഥ കേട്ട എൻ്റെ ആദ്യത്തെ തമിഴ് സിനിമയാണിത്. ഇതിൽ പി കൃഷ്ണപിള്ള സഖാവിൻ്റെ ഭാര്യയായിട്ടാണ് ഞാൻ ചെയ്യുന്നത്, തങ്കമ്മ എന്ന കഥാപാത്രം. അപ്പോൾ സഖാവിൻ്റെ പേഴ്സണൽ ലൈഫ് പൊതുവെ ആർക്കും അത്ര പരിചയമില്ല. അപ്പം ഈ ഒരു സിനിമയിലൂടെ അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം കൂടെയാണ് നമ്മൾ എല്ലാവരിലേക്കും എത്തിക്കുന്നത്. അതിൽ ഒരു ഭാഗമാവുക, അദ്ദേഹത്തിൻ്റെ ഭാര്യയാവുക എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. എൻ്റെ നാട് കണ്ണൂരാണ്. കണ്ണൂർ കതിരൂരാണ്. അവിടെ ചേകവന്മാരുടെ നാടെന്നാണ് നമ്മൾ പറയുക. എൻ്റെ ചൈൽഡ്ഹുഡിൽ തന്നെ ബാലസംഘത്തിലും വേനൽത്തുമ്പിയിലൊക്കെ ഞാൻ ഭാഗമായിട്ടുണ്ട്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അന്നേ എനിക്കറിയാം സഖാക്കളെ കുറിച്ചും. എങ്കിലും ഇത്രയും വലിയ കഥയും ത്യാഗത്തിൻ്റെ ഒന്നും കഥ നമുക്ക് അന്ന് അറിയണമെന്നില്ല. ഈ ഒരു സിനിമയിലൂടെ എനിക്ക് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന ഈ സ്വാതന്ത്ര്യം എത്ര പേരുടെ ത്യാഗത്തിൻ്റെ ഫലമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ തന്നെ എനിക്ക് വലിയ സന്തോഷം. ഇപ്പോഴത്തെ സിനിമകളൊക്കെ അറിയാലോ, കുറച്ചുകൂടെ ഗ്ലാമറസ് ആയിട്ട് കുറച്ചുകൂടെ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്ന ടൈപ്പ് കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനൊരു സിനിമ കുറച്ചുകൂടെ ജനറേഷൻ പറയുകയാണ് ആ കാലഘട്ടത്തിലേക്ക് മാറണം, അത് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ടഫായിരിക്കുമല്ലോ. പൊതുവെ എനിക്ക് പഴയ കാലവും പഴയ സിനിമകളും കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഒരു നമ്മുടെ ഈ കാലഘട്ടത്തിലെ അല്ലാതെ ആർട്ട് കൂടുതൽ വരുന്നത് നമ്മൾ പഴയ കാലത്തെ കുറിച്ച് ചെയ്യുമ്പോഴാണ്. അപ്പം ആ ഒരു അവരുടെ ആർട്ടിന് അതുപോലെ തന്നെ നമ്മളും ആ ഒരു കഥാപാത്രം എങ്ങനെ ആയിരിക്കും അന്ന് പെരുമാറിയിട്ടുണ്ടാവുക, ഇന്ന് നമ്മൾ പെരുമാറുന്ന രീതിയായിരിക്കില്ല. അതുപോലെ തന്നെ അതൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഒരുപാട് ഡോക്യുമെൻറ്റേഷൻ കാണേണ്ടി വരും, ഒരുപാട് പഴയ സിനിമകൾ കാണേണ്ടി വരും, പഴയ ആൾക്കാരുടെ ജീവചരിത്രങ്ങൾ വായിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ കുറച്ച് എഫേർട്ട് ഇട്ട് ചെയ്യുമ്പോൾ ആണ് എനിക്ക് തോന്നുന്നു ഒരു സിനിമ ചെയ്തതിൽ എനിക്ക് ചെയ്തു എന്നൊരു ഫീല് തോന്നുന്നത്. അല്ലാതെ ഇന്ന് കാണുന്ന സിനിമകൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ ഒരു ജനറേഷന് തന്നെയാണല്ലോ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതായിട്ട് തോന്നുന്നു. കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ. എന്തായാലും സിനിമ 29 റിലീസ് ആവുകയാണ്. വലിയൊരു മാറ്റമായി മാറട്ടെ കരിയറിൽ ഇത് സിനിമ. അടിപൊളിയാവട്ടെ. ഒരുപാട് സന്തോഷം. എല്ലാവരും പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഹായ്, എൻ്റെ പേര് ആദർശ്. എൻ്റെ വീട് നെടുമ്പാശ്ശേരിയിലാണ്. ഇതിൻ്റെ ആദ്യത്തെ തമിഴ് ചിത്രമാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇങ്ങനെ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന സിനിമയിൽ പങ്കുവെക്കുന്നത്? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും കേൾക്കാത്ത കുറേ കാര്യങ്ങൾ ഇവരുടെ അടുത്തു നിന്നൊക്കെ കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ബുക്കുകളിൽ വായിക്കാന്നല്ലാതെ ഒന്നും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇത്ര ഇവരനുഭവിക്കുന്ന കാസ്റ്റിസമായാലും അങ്ങനത്തെ ഉള്ള വേർതിരിവൊന്നും ഞാനിതുവരെ അനുഭവിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ഇവരോട് വായിച്ചിട്ടും മനസ്സിലാക്കിയിട്ടുമുണ്ട്. പക്ഷെ അതൊക്കെ ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് നമുക്ക് അടുത്ത് കാണാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഇനി വരുന്നവർക്കൊക്കെ എന്തായാലും ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഏക പ്രൂഫ് ഈ സിനിമയായിരിക്കും. സമുദ്രക്കനി സാറായിട്ട് എനിക്ക് സ്ക്രീൻ ഷെയറിംഗ് ഒന്നുമില്ല, പക്ഷേ ആളുടെ ഷൂട്ടിംഗ് സമയത്തൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. വന്നു, ഞങ്ങൾ പരിചയപ്പെട്ടു, സംസാരിച്ചു. ആൾ നല്ലൊരു ക്യാരക്ടറാണ്. നമ്മൾ മുമ്പ് പടങ്ങളൊക്കെ കണ്ട് ഭയങ്കര ഫാൻസ് ആയിരുന്നു. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ സ്ക്രീൻ ഷെയർ ചെയ്തത് ഭരത്തായിട്ടാണ്. ഭരത്തായിട്ടെന്ന് പറഞ്ഞാൽ ഭരസാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് 3-4 വയസ്സുള്ളപ്പോഴേക്കും ലജ്ജാവതി ബോയ്സൊക്കെ ഇറങ്ങണേ, അന്നത്തെ യൂത്തിൻ്റെ പടങ്ങൾ. അപ്പോൾ ആ ഒരാളുടെ കൂടെ ഞാനൊരു നല്ലൊരു ടൈമിൽ ഈ പടത്തിന് സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ആള് ഷൂട്ടിംഗ് സമയത്താണെങ്കിലും അടുത്ത് വരും, അടുത്തുനിന്നിരിക്കാൻ പറ്റും, എപ്പോഴും നമ്മളോട് സംസാരിക്കാറുണ്ട്. ചില ടിപ്സൊക്കെ ഇടയ്ക്കൊക്കെ നമുക്ക് പറഞ്ഞു തരും. ആൾ അത്ര ടോക്കേറ്റീവ് അല്ലെങ്കിലും കൂടെ അഭിനയിക്കുന്ന ആക്ടേഴ്സിന് ഭയങ്കര കംഫർട്ടാണ്. പടം ഗംഭീരമായി എല്ലാവരും കാണണം. ഈ മാസം 29-ാം തീയതി അനുഗ്രഹിക്കണം. താങ്ക് യു. ഗംഭീരമായിരുന്നു. 29-ന് തമിഴ്നാട്ടിൽ 200ഓളം തിയേറ്ററിൽ റിലീസാവുകയാണ്. 10 വർഷം മുമ്പ് മലയാളത്തിൽ റിലീസ് ചെയ്ത വസന്തത്തിൻ്റെ കനൽ വഴികളിൽ സിനിമയുടെ 2ാം ഭാഗമായിട്ടാണ് തമിഴിൽ വീരവണക്കം വരുന്നത്. അതിന് വസന്തത്തിൻ്റെ കനൽ വഴികൾക്ക് ശേഷം അനിൽ ബി നാഗേന്ദ്രൻ സാർ സംവിധാനം ചെയ്ത തീ എന്ന സിനിമയിലെ ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്തിരുന്നു. അതിനുശേഷം തമിഴിലെ ആദ്യ സിനിമയാണ് വീരവണക്കം. ഒരുപാട് പ്രതീക്ഷയോടെയാണ് സിനിമയെ കാണുന്നത്. തമിഴിലെ റെഡ് ജയൻ്റാണ് സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ നല്ല ഒരു പ്രചരണവും നല്ല പ്രസൻസും തമിഴ് ഇൻഡസ്ട്രിയിൽ സിനിമയ്ക്കുണ്ടാകും. സാറുമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സമുദ്രകനി സാറ് 10 വർഷം മുമ്പ് 13 വർഷം മുമ്പാണ് വസന്തൻ്റെ കണവഴികൾ ഷൂട്ട് ചെയ്തത്. അന്ന് ഈ സഖാവ് പി കൃഷ്ണപിള്ളയുടെ ഉറ്റതോഴനായ സഖാവ് വാസു എന്ന കഥാപാത്രം അതൊരു ഫിക്ഷൻ ക്യാരക്ടറാണ്. യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ അങ്ങനെ ഒരു ക്യാരക്ടറില്ല. പി കൃഷ്ണപിള്ള ജീവിച്ചിരുന്ന കഥാപാത്രമാണ്, പക്ഷേ അതൊരു ഫിക്ഷനായിട്ട് ചെയ്തതാണ്. പക്ഷേ അങ്ങനെ ഒരുപാട് വാസുമാർ അന്ന് അക്കാലത്ത് 1940-കളിൽ കേരളത്തിൽ പാർട്ടിക്ക് വേണ്ടി ജീവനൊടുക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യ സിനിമയിൽ ഒരു പവർഫുൾ ക്യാരക്ടർ, അതും സമുദ്രകനി സാറിൻ്റെ കൂടെ ചെയ്യാൻ സാധിച്ചത് അതുകൊണ്ടും സിനിമയിലേക്കുള്ള ഒരു എൻട്രി വളരെ പവർഫുള്ളായിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ കനിസാറായിട്ട് നല്ല ബന്ധം കീപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. തമിഴിൽ നല്ലൊരു അവസരം വരുമ്പോൾ തരാം എന്ന് പറഞ്ഞ് 10 വർഷം കാത്തിരിക്കുകയാണ്. ഇടയ്ക്ക് വിളിക്കുമ്പോൾ ആയിട്ടില്ല, വിവരം കറക്റ്റായിട്ട് പറഞ്ഞു. അപ്പോൾ വീരവണക്കത്തിലൂടെയാണ് സമുദ്രകനി സാറിൻ്റെ കൂടെ തന്നെ തമിഴിലേക്ക് ഒരു എൻട്രി വരുന്നത്. എന്തുകൊണ്ടും സന്തോഷമുണ്ട്, ആവേശമുണ്ട്. 29 ആയി കഴിഞ്ഞാൽ രണ്ട് പ്രിവ്യൂ ഷോ തമിഴ്നാട്ടിൽ കഴിഞ്ഞു. രണ്ടിലും സിനിമയെപ്പറ്റിയും എൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ടൊക്കെ ഒരു പവർഫുൾ ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ അതിൽ ആക്ഷൻ സീക്വൻസും അതിൽ റൊമാൻസും ഒക്കെ ഒരു പുതിയ അഭിനേതാവെന്ന നിലയിൽ പെർഫോം ചെയ്യപ്പെട്ട ക്യാരക്ടറായിരുന്നു. കഴിവിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട്. പിന്നെ തമിഴിലായതുകൊണ്ട് എങ്ങനെ